ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ എം.കോം ഫസ്റ്റ് സെമസ്റ്ററിലെ മാനേജറിയൽ എക്കണോമിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാനേജറിയൽ എക്കണോമിക്സിലെ 5 കീ ഫംഗ്ഷൻ കാണിക്കുന്ന കുറച്ച് ഡയഗ്രാംസ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മാനേജറിയൽ എക്കണോമിക്സിലെ 5 കീ ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്കിന്ന് പരിചയപ്പെടാം. 5 കീ ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്നാൽ ഡിമാൻഡ് ഫംഗ്ഷൻ ഫസ്റ്റ് വരുന്നത് ഡിമാൻഡ് ഫംഗ്ഷൻ, അതുപോലെ തന്നെ റവന്യൂ ടോട്ടൽ റവന്യൂ ഫംഗ്ഷൻ കാണിക്കുന്ന ഒരു ഡയഗ്രാം, ദെൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കാണിക്കുന്ന ഒരു ഡയഗ്രാം, അതുപോലെ തന്നെ കോസ്റ്റ് അനാലിസിസ് കോസ്റ്റ് ഫംഗ്ഷൻ കാണിക്കുന്ന ഒരു ഡയഗ്രാം, അതുപോലെ പ്രോഫിറ്റ് അനാലിസിസ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു എക്കണോമിക്സിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള 5 ഫംഗ്ഷനാണ് ഈ പറയുന്ന 5 എലമെന്റ്സ്. അപ്പോൾ ഇത് ഡയഗ്രത്തിലൂടെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ അതിലെ ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കാം, ഡിമാൻഡ് ഫംഗ്ഷൻ. അപ്പോൾ ഡിമാൻഡ് ഫംഗ്ഷൻ ഏതൊക്കെയാണ്? ഡിമാൻഡ് ഫംഗ്ഷനിൽ എന്താ പറയുന്നത് നോക്കാം. ലോ ഓഫ് ഡിമാൻഡ് ആണ് ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് വരുന്നത്. നോക്കാം, ലോ ഓഫ് ഡിമാൻഡ് ഫംഗ്ഷൻ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ടുള്ള ലോ ഓഫ് ഡിമാൻഡ് ഫംഗ്ഷൻ നോക്കാം. ഇതിൽ ലോ ഓഫ് ഡിമാൻഡിൽ ഡിമാൻഡ് കാണിക്കുന്നത് പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ഒരു റിലേഷനാണ് നമുക്ക് ഈ ഒരു ഡിമാൻഡ് കർവിൽ ഡിമാൻഡ് ഫംഗ്ഷനിൽ നമുക്ക് ആ ഒരു കണക്ഷനാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ലോ ഓഫ് ഡിമാൻഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് Fx is equal to ax cube plus bx square plus cx plus d ആണ് ഇതിൻ്റെ ഒരു ഇക്വേഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൽ എ ബി സി ഡി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ ഇതിൽ 3 പോളിനോമിയൽ ഡിഗ്രി 3 പോളിനോമിയൽസ് ഉണ്ട്. അതിൽ നമുക്ക് 3 റൂട്ട്സ് നമുക്ക് ഇതിൽ പറയാനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾക്ക് പറയുന്നത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. പ്രൈസും ക്വാണ്ടിറ്റിയുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ആയിട്ടുള്ള വിപരീതമായിട്ടുള്ള ഇൻവേഴ്സ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഇവിടെ വരിക. അതായത് പ്രൈസ് കൂടുമ്പോൾ എന്ത് കുറയും? ഡിമാൻഡ് കുറയും. അപ്പോൾ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് നമുക്ക് ഈ ഒരു ഗ്രാഫിൽ ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ഇതിലെ വെർട്ടിക്കൽ ആക്സിസിൽ പ്രൈസും ഹൊറിസോണ്ടൽ ആക്സിസിൽ നമുക്ക് ക്വാണ്ടിറ്റിയുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഹൈ പ്രൈസ് വരുന്ന സമയത്ത് അവിടെ ഡിമാൻഡ് അവിടെ കുറവായിരിക്കും. ശ്രദ്ധിക്കുക, ഹൈ പ്രൈസ് വരുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും? ഡിമാൻഡ് കുറവായിരിക്കും. ദെൻ പ്രൈസ് കുറയും തോറും എന്ത് കൂടും? ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഈ ഒരു ഗ്രാഫിൽ നമുക്ക് പറയാനുള്ളത്. എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ട്. പ്രൈസ് 10 rupees ആകുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി പ്രൈസ് 10 rupees ആകുമ്പോൾ എത്ര ക്വാണ്ടിറ്റി ആയിരിക്കും? അവിടെ 20 units ആണ് അവിടെ സെയിൽ നടക്കുള്ളൂ. ഡിമാൻഡ് അത്രയേ ഉണ്ടാവുള്ളൂ. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു പെന്നിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപയാണെങ്കിൽ അവിടെ എത്ര ക്വാണ്ടിറ്റി പോവുള്ളൂ? 20 units ആണ് അവിടെ സെയിൽ നടക്കുകയുള്ളൂ. ദെൻ പ്രൈസ് നമുക്ക് പെന്നിൻ്റെ പ്രൈസ് നമ്മൾ കുറച്ചു. എത്ര രൂപയായി? 6 രൂപയാകുന്ന സമയത്ത് 6 rupees ആകുന്ന സമയത്ത് then അതിൻ്റെ ക്വാണ്ടിറ്റി സെയിൽസ് കുറച്ചുകൂടി അവിടെ ഡിമാൻഡ് കൂടും. എത്ര വന്നു? ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 40 unit ആയിട്ട് കൂടി. ദെൻ പ്രൈസ് നമുക്ക് പെന്നിൻ്റെ പ്രൈസ് വീണ്ടും കുറച്ചു. എത്രയായി? 3 രൂപയാണെങ്കിൽ ഇവിടെ ലോ പ്രൈസ് ആയി 3 രൂപയാണെങ്കിൽ 3 rupees ആണെങ്കിൽ വീണ്ടും അതിൻ്റെ ക്വാണ്ടിറ്റി കൂടും, ഡിമാൻഡ് കൂടും. പിന്നെ 3 rupeesൻ്റെ പേനയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡിമാൻഡ് എത്ര? 70 units. അപ്പോൾ അവിടെ 70 units അവിടെ സെയിൽ നടക്കും, ഡിമാൻഡ് കൂടും, ക്വാണ്ടിറ്റി അത്രയും യൂണിറ്റ് അവിടെ സെയിൽ നടക്കും. അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു ഡിമാൻഡ് കർവിൽ പറയാനുള്ളത്. അപ്പോൾ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആയിരിക്കും. അതാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ പ്രൈസ് കൂടുന്ന സമയത്ത് ക്വാണ്ടിറ്റി എന്താവും? കുറയും. പ്രൈസ് കുറയുന്ന സമയത്ത് ക്വാണ്ടിറ്റി കൂടും. അത്രയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് അതിൻ്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ലോക്കൽ മാക്സിമം, അതുപോലെ തന്നെ ലോക്കൽ മിനിമം, അതുപോലെ തന്നെ ഇവിടെ ഒരു ഇൻഫ്ലെക്ഷൻ പോയിന്റ് ഒക്കെ ആ ഒരു ചേഞ്ച് വരുന്ന ആ ഒരു കർവിന് വരുന്ന ചേഞ്ച് വരുന്ന ഒരു
ഇൻഫ്ലേഷൻ പോയിന്റ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ സ്ലോപ്പിംഗ് ലൈൻ ആയിരിക്കും ഈ ഒരു കർവ്, ഈ ഒരു ഗ്രാഫ് സ്ലോപ്പിംഗ് ലൈൻ ആയിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രൈസ് ഗോ അപ്പ്, ഡിമാൻഡ് എന്താവും, ഡിമാൻഡ് പ്രൈസ് കൂടുന്തോറും അവിടെ ഡിമാൻഡ് കുറവായിരിക്കും. ഇതാണ് ഡിമാൻഡ് ഫംഗ്ഷൻ കാണിക്കുന്ന ഒരു ഗ്രാഫ്. നമ്മൾ അടുത്ത ഗ്രാഫിലേക്ക്, അടുത്ത ഡയഗ്രത്തിലേക്ക് വരുന്നു. അവിടെ നമുക്ക് അടുത്ത ഡയഗ്രാം ഏതാണ്? അടുത്ത ഡയഗ്രാം എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂ കാണിക്കുന്ന ഒരു ഡയഗ്രാമാണ് അടുത്തത് വരുന്നത്. റവന്യൂ കാണിക്കുന്നത്, ഇതിൽ റവന്യൂ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഒരു പാരബോളിക് ഷേപ്പിലുള്ള ഒരു ഗ്രാഫാണ്, ഒരു ഡയഗ്രാമാണ് നമുക്ക് ഈ റവന്യൂ കാണിക്കുന്ന ഒരു ഡയഗ്രത്തിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ആയിരിക്കും. ടോട്ടൽ റവന്യൂ എപ്പോഴും എങ്ങനെയാണ്, അത് നമുക്ക് കിട്ടുന്ന പ്രൈസ് എത്രയാണോ പ്രൊഡക്റ്റിന്റെ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്, എത്ര ക്വാണ്ടിറ്റി നമ്മൾ സെയിൽ ചെയ്തു, അതിന്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുക, റവന്യൂ കിട്ടുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എത്ര റവന്യൂ, മാക്സിമം റവന്യൂ എപ്പോഴാണ്, എത്ര പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോഴാണ് മാക്സിമം റവന്യൂ കിട്ടുന്നത് എന്നുള്ളത് എക്കണോമിസ്റ്റിന് ഈ ഒരു ഡയഗ്രാം നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ഗ്രാഫില് ഒരു സൈഡിൽ അവിടെ ഏതാണ്, പ്രൈസ് ആണ് ഡിനോട്ട് ചെയ്യുന്നത്, പ്രൈസ് ആണ്. പ്രൈസ് കൂടുന്തോറും അവിടെ എന്ത് കൂടുകയാണ്, റവന്യൂ കൂടുന്നുണ്ട്. ദെൻ ഹൊറിസോണ്ടൽ ആക്സിസിൽ നമ്മൾ ക്വാണ്ടിറ്റിയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡിൽ പ്രൈസും ഒരു സൈഡിൽ ക്വാണ്ടിറ്റിയുമാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മളുടെ റവന്യൂ ആണ് നമ്മൾ കാണിക്കുന്നത്. പ്രൈസ് ഇനീഷ്യൽ സ്റ്റേജിൽ പ്രൊഡക്ഷൻ നടന്ന് കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് ഇനീഷ്യൽ സ്റ്റേജിൽ റവന്യൂ കുറവായിരിക്കും. ദെൻ പ്രൈസ് കൂടി, പ്രൊഡക്ഷൻ കൂടി, സെയിൽ കൂടി, പ്രൈസ് കൂടി വരുന്ന സമയത്ത് എന്ത് കൂടും, ഓൾറെഡി റവന്യൂ അവിടെ കൂടുതലായിരിക്കും. അങ്ങനെ മാക്സിമം റവന്യൂ, അതിൻ്റെ പീക്ക് സ്റ്റേജിൽ മാക്സിമം റവന്യൂ വരുന്ന പോയിന്റ് എവിടെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനായി സാധിക്കും. അപ്പോൾ ആദ്യം വരുന്നത് ആ ഒരു ഇലാസ്റ്റിക് റീജിയൻ ആണ്. ഫസ്റ്റ് ആ ഗ്രാഫിലെ ഡയഗ്രത്തിൽ ഫസ്റ്റ് വരുന്നത് ഒരു ഇലാസ്റ്റിക് റീജിയൻ ആണ്. ആ ഇലാസ്റ്റിക് റീജിയനിൽ അവിടെ എന്താണ് വരുന്നത്, അവിടെ പ്രൈസ്, ടോട്ടൽ റവന്യൂ അവിടെ ഇൻക്രീസിങ് ആണ്. ഇലാസ്റ്റിക് റീജിയൻ ശ്രദ്ധിക്കുക, ഇലാസ്റ്റിക് റീജിയനിൽ അവിടെ പ്രൈസ് കുറവായിരിക്കും. പ്രൈസ് കുറവാണ്, ഇനീഷ്യൽ സ്റ്റേജിൽ പ്രൈസ് കുറവായിരിക്കും. എന്നാൽ കൂടി അവിടെ എന്താണ്, ടോട്ടൽ റവന്യൂ അവിടെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ അങ്ങനെ അതിൻ്റെ മാക്സിമം റവന്യൂ, അതിൻ്റെ പീക്ക് സ്റ്റേജിൽ മാക്സിമം റവന്യൂ എത്തും. ദെൻ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരു സ്ഥാപനത്തിനും ഒരു പീക്ക് സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താലും അവിടെ എന്തുണ്ടാവില്ല, അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല, ഡെവലപ്മെന്റ് ഉണ്ടാവില്ല, സെയിൽ അവർക്ക് കൂട്ടാനായിട്ട് സാധിക്കില്ല. അങ്ങനെ സെയിൽ ഡൗൺ ആകും, പ്രൊഡക്ഷൻ ഡൗൺ ആകും, പ്രൈസ് അവിടെ കുറയാനായിട്ട് തുടങ്ങും. അങ്ങനെ ഇൻഇലാസ്റ്റിക് റീജിയനിൽ വരുന്നുണ്ട്, അവിടെ പ്രൈസ് കുറയും, റവന്യൂ അവിടെ കുറവായിരിക്കും. അപ്പോൾ ഇത്രയാണ് റവന്യൂ കാണിക്കുന്ന ഒരു ഡയഗ്രത്തിൽ പറയാനുള്ളത്. അപ്പോൾ ടോട്ടൽ റവന്യൂ കർവ് കാണിക്കുന്ന ഈ ഒരു ഡയഗ്രത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്, ടോട്ടൽ റവന്യൂ ഇസ് ഈക്വൽ ടു പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ആണ്. ദെൻ ഇതൊരു പാരാബോളിക് ഷേപ്പ് ആണ്. ദെൻ അതിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ടോട്ടൽ റവന്യൂ, പ്രൈസും ടോട്ടൽ റവന്യൂ കാണിക്കുന്ന ഒരു ഗ്രാഫാണ് ഈ ഒരു ഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഇലാസ്റ്റിക് ആയിട്ടുള്ള ഡിമാൻഡ് വരുന്ന സമയത്തുള്ള പ്രൈസും റവന്യൂ എങ്ങനെയായിരിക്കും, ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് വരുമ്പോൾ ഉള്ള പ്രൈസും റവന്യൂ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു ഗ്രാഫിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഡയഗ്രത്തിൽ പറയാനുള്ളത്. അടുത്തത് നമുക്ക് അടുത്തൊരു ഡയഗ്രത്തിലേക്ക് കടക്കാം. അടുത്ത ഡയഗ്രാം എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ അനാലിസിസ് ആണ്, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇതിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഈ ഒരു ഷോർട്ട് റൺ പ്രൊഡക്ഷൻ കർവാണ് കാണിക്കുന്നത്. ഇതിൽ വെർട്ടിക്കൽ ആക്സിസിൽ ഔട്ട്പുട്ടും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ആക്സിസിൽ ലേബേഴ്സിനെയുമാണ് കാണിക്കുന്നത്. അപ്പോൾ എന്താണ്, വെർട്ടിക്കൽ ആക്സിസിൽ ഔട്ട്പുട്ടും എങ്ങനെയാണ്, എത്ര ഔട്ട്പുട്ട് വരുന്നുണ്ട്, എങ്ങനെയാണ് ഹൈ ഔട്ട്പുട്ട്, എങ്ങനെ ഏതൊക്കെ ഇൻപുട്ട് കൊടുത്ത് പ്രൊവൈഡ് ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് കൂട്ടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഗ്രാഫിലൂടെ, ഈ ഒരു ഡയഗ്രത്തിലൂടെ നമുക്ക് വിഷ്വലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എൽ
കെ ആണ് ഇവിടെ പറയുന്നത്. എൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലേബേഴ്സും കെ എന്ന് പറയുന്നത് ക്യാപിറ്റലും. കെ ഡിനോട്ട് ക്യാപിറ്റൽ. അപ്പോൾ ഫിക്സഡ് ഔട്ട്പുട്ട് ആണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫിക്സഡ് ഔട്ട്പുട്ട് ആണ്. ലേബേഴ്സ് എന്ന് പറയുന്നത് വേരിയബിൾ ഔട്ട്പുട്ട് ആണ്. ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇവിടെ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസർ ആണ്. എത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്യാപിറ്റൽ യൂസ് ചെയ്ത് ലേബർ യൂസ് ചെയ്ത് അതിൻ്റെ എണ്ണത്തിൽ വേരിയേഷൻ വരുന്ന സമയത്ത് നമുക്ക് എത്ര ഔട്ട്പുട്ട് നമുക്ക് മാക്സിമം ക്വാണ്ടിറ്റി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഗ്രാഫ് കൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്, പിക്ചറൈസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം സ്റ്റേജ് 1 ഇൻക്രീസിങ് റിട്ടേൺ, ആദ്യം ലോ സ്റ്റേജ് ആണ്. അവിടെ കുറച്ച് ലേബേഴ്സിനെ വെക്കുന്നുണ്ട്. 2 ലേബേഴ്സാണ് എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ട്. 2 ലേബേഴ്സ് വെച്ചിട്ടാണെങ്കിലും ആ ഒരു സ്റ്റേജ് 1 പ്രൊഡക്ഷൻ ഇൻക്രീസിങ് റിട്ടേൺ അത് ആ ഒരു സ്റ്റേജിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ട് റിട്ടേൺ കൂടി വരും. അങ്ങനെ ആ ഒരു ഗ്രോത്ത് സ്റ്റേജിലേക്ക് പോകും. അങ്ങനെ ഇൻക്രീസിങ് മാർജിനൽ പ്രോഡക്റ്റുകൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇൻക്രീസിങ് റിട്ടേൺ സ്റ്റേജ് 1 വരുന്നുണ്ട്. ദെൻ അതിനുശേഷം നമ്മൾ വർക്കേഴ്സിൻ്റെ എണ്ണം കൂട്ടുന്ന സമയത്ത് വർക്കേഴ്സിൻ്റെ എണ്ണം കൂട്ടുമ്പോൾ നമ്മൾക്ക് എന്ത് വരുന്നുണ്ട്? പ്രൊഡക്ഷൻ ഓൾറെഡി കൂടും. പ്രൊഡക്ഷൻ കൂടും. അപ്പോൾ ആ ഒരു യൂണിറ്റ് നമ്മൾ ഒരു മിനിമം യൂണിറ്റിൽ കൂടുതലായിട്ട് നമുക്ക് അവിടെ മാനുഫാക്ചർ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് മാക്സിമം പ്രൊഡക്ഷൻ അവിടെ മാക്സിമം റിട്ടേൺ നമുക്ക് ഇൻക്രീസിങ് റിട്ടേൺ നമുക്ക് അവിടെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ എത്ര തന്നെ ലേബേഴ്സിനെ കൂട്ടിയാലും കുറച്ചൊരു ലിമിറ്റ് വരയ്ക്കേ അത് കൂടുകയുള്ളൂ. അത് കഴിഞ്ഞാൽ ലേബേഴ്സിൻ്റെ എണ്ണം കൂടിയാലും അവിടെ എന്തിലേക്ക് വരുന്നുണ്ട്? ഒരു ഡിമിനിഷിങ് റിട്ടേൺ, ഒരു ഡിക്ലൈനിങ് ഔട്ട്പുട്ടിലേക്ക് മാറും എന്നുള്ളതാണ് ഈ ഒരു ഗ്രാഫിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 ആയിട്ട് പറയുന്നുണ്ട്. സ്റ്റേജ് 1 ഇൻക്രീസിങ് സ്റ്റേജിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റേജ് 2 എത്തുമ്പോഴത്തേക്ക് ഇൻക്രീസിങ് തന്നെയാണ്, പക്ഷെ അവിടെ ഒരു ഡിമിനിഷിങ്ങിലേക്ക് കടന്നു കഴിഞ്ഞു. ദെൻ സ്റ്റേജ് 3 എന്ത് വന്നു? നെഗറ്റീവ് റിട്ടേൺ, അത് നെഗറ്റീവ് ആയിട്ട് മാറും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് പോയിന്റ്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 ആയിട്ട് പറയുന്നുണ്ട്. ഇൻക്രീസിങ് മാർജിനൽ പ്രോഡക്റ്റ്, ഡിമിനിഷിംഗ് റിട്ടേണിൻ്റെ പോയിന്റ് ഏതാ വരുന്നത്? ദെൻ ഡിക്രീസിങ് മാർജിനൽ പ്രോഡക്റ്റുകൾ എങ്ങനെയാണ്? ഡിക്ലൈനിങ് ഔട്ട്പുട്ട് ഡിക്ലൈൻ ചെയ്യാനായിട്ട് തുടങ്ങും. ദെൻ നെഗറ്റീവിലേക്ക് മാറും. അത്രയാണ് അതിൽ പറയാനുള്ളത്. അപ്പോൾ 2 വർക്കേഴ്സിന് ആദ്യം 2 പേര് ഇനീഷ്യൽ സ്റ്റേജിൽ 2 പേരെ വെച്ചിട്ട് തുടങ്ങും. അപ്പോൾ എത്ര യൂണിറ്റ്? 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, 400 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ പിന്നീട് 5 വർക്കേഴ്സിനെ കുറച്ചുകൂടി വർക്കേഴ്സിൻ്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് 660 യൂണിറ്റ് ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ 8 വർക്കേഴ്സിനെ വെച്ചാലും ഈ ഒരു യൂണിറ്റിൽ ഔട്ട്പുട്ട് വരുത്താനായിട്ട് സാധിക്കില്ല. അവിടെ എന്താവും? ഔട്ട്പുട്ടിൻ്റെ എണ്ണം കുറയും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇൻക്രീസിങ് റിട്ടേൺ, ദെൻ ഡിമിനിഷിങ് റിട്ടേൺ വരുന്നുണ്ട്, ദെൻ നെഗറ്റീവ് റിട്ടേണിലേക്ക് വരും എന്നുള്ളതാണ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ അനാലിസിസ് കർവിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ആദ്യം ഇനീഷ്യൽ സ്റ്റേജിൽ റൈസ് മാർജിനൽ പ്രോഡക്റ്റ് അവിടെ റൈസ് ആകുന്നുണ്ട്. ദെൻ സ്റ്റേജ് 2ലും 3ലും എന്ത് വരുന്നുണ്ട്? അത് ഒരു പ്രൊഡക്ഷൻ അവിടെ ഫാൾസ് കമ്മിയാകാനായിട്ട് കുറയാനായിട്ട് തുടങ്ങും. ഔട്ട്പുട്ട് ഇനീഷ്യലി റൈസസ്, ദെൻ ഇവൻച്വലി ഫാൾസ് ഇൻ ദി ഷോർട്ട് റൺ. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ റൈസ് ആകുന്ന പ്രൊഡക്ഷൻ ദെൻ പിന്നീട് ആകുമ്പോഴത്തേക്ക് എന്താവും? കുറയാനായിട്ട് തുടങ്ങും. ഇതാണ് ഈ ഒരു ഷോർട്ട് റൺ പ്രൊഡക്ഷൻ അനാലിസിസ് കർവിൽ പറയുന്നത്. അപ്പോൾ അത് അത്രയാണ്. ദെൻ നെക്സ്റ്റ് അടുത്തത് വരുന്നത് നെക്സ്റ്റ് ഫംഗ്ഷനിലേക്ക് കടക്കാം. അടുത്തൊരു കർവ് വരുന്നത് ഷോർട്ട് റൺ കോസ്റ്റ് അനാലിസിസ് ആണ്. ഷോർട്ട് റൺ കോസ്റ്റ് അനാലിസിസ് ആണ്. ഇതിൽ കോസ്റ്റ് ഫംഗ്ഷൻ ആണ്. ഇതിൽ മെയിനായിട്ടും എന്താണ് പറയുന്നത്? കോസ്റ്റ് ഫംഗ്ഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കോസ്റ്റ് അനാലിസിസ്, കോസ്റ്റ് ഫംഗ്ഷൻ ആണ് കോസ്റ്റ്. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ചെലവ് ചുരുക്കാം എന്നുള്ളത് എക്കണോമിക്സിന് ഈ ഒരു ഗ്രാഫിലൂടെ, ഈ ഒരു ഡയഗ്രത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചെലവ് ചുരുക്കേണ്ടത് എങ്ങനെയാണ്? ഇങ്ങനെ വരുമ്പോൾ മാക്സിമം ഏതിലൊക്കെ നമുക്ക് കുറയ്ക്കുമ്പോൾ നമ്മുടെ ചിലവ് കുറയ്ക്കാൻ പറ്റും. പ്രൊഡക്ഷനിൽ നമുക്ക് ലേബേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ്, വർക്കേഴ്സ്, അതുപോലെ ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും അതിലൊരുപാട് ഇലക്ട്രിസിറ്റി വരുന്നുണ്ട്, മെഷീനറി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ
കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് മാനുഫാക്ചറിങ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന മാനുഫാക്ചറിങ്ങിൽ നമ്മളുടെ കോസ്റ്റ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഏതിലൊക്കെ കുറയ്ക്കണം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടാണ് നമുക്ക് ഈ ഒരു ഗ്രാഫ് നമുക്ക് അവിടെ യൂസ് ചെയ്യാം. അപ്പോൾ അവിടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആണ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റിൻ്റെയും ഒരു ടോട്ടലാണ് നമുക്ക് ഏത് വരുന്നത് ടോട്ടൽ കോസ്റ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ TFC എന്ന് പറയുന്ന ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആണ്. അത് കോൺസ്റ്റന്റ് ആയിട്ട് അങ്ങനെ തന്നെ സെയിം ഒരേ ലെവലിൽ തന്നെയായിരിക്കും. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് വെർട്ടിക്കൽ ആക്സിസിൽ കോസ്റ്റ് ഡിനോട്ട് ചെയ്യുന്നു. ദെൻ ഹൊറിസോണ്ടൽ ആക്സിസിൽ നമുക്ക് അവിടെ എന്താണ് ക്വാണ്ടിറ്റിയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് ഗ്രാഫ് നമുക്ക് ഇതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അപ്പോൾ ഇതിൽ എന്താ പറയുന്നത്, നമുക്ക് ആദ്യം ഇനീഷ്യൽ സ്റ്റേജിൽ ലോ ആയിരുന്ന കോസ്റ്റ് പിന്നീട് അത് എന്താവുന്നുണ്ട്, കോസ്റ്റ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇനീഷ്യൽ സ്റ്റേജിൽ കോസ്റ്റ് കുറവായിരിക്കും, പിന്നീട് കോസ്റ്റ് കൂടുന്നുണ്ട്, പിന്നീട് അതിനുശേഷം പ്രൊഡക്ഷൻ ഒരു ലിമിറ്റ് വിട്ട് കഴിയുമ്പോൾ ആ കോസ്റ്റും എന്താവും, കുറയുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഗ്രാഫ് പറയുന്നത്. അപ്പോൾ മാർജിനൽ കോസ്റ്റ് ഹയസ്റ്റ് ലെവലെത്തുന്നത് എപ്പോഴാണ്, അതുപോലെ തന്നെ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇതിൽ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് നമുക്ക് കോസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ടൈമിൽ കൂടുതലായിരിക്കും, ഇനീഷ്യൽ സ്റ്റേജിൽ കോസ്റ്റ് കൂടുതലായിരിക്കും. ദെൻ കുറച്ച് കഴിയുന്ന സമയത്ത് പ്രൊഡക്ഷൻ കൂടുന്ന സമയത്ത് എന്താവും, കോസ്റ്റ് കുറയാം. ദെൻ പിന്നെ അതിൻ്റെ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ വീണ്ടും കോസ്റ്റ് എന്താണ്, മാർജിനൽ കോസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഈ ഒരു ലൈൻ ഡിനോട്ട് ചെയ്യുന്നത്. അതാണ് ഇനീഷ്യൽ സ്റ്റേജിൽ കോസ്റ്റ് കൂടുതലാണ്, ദെൻ കോസ്റ്റ് കുറയുന്നുണ്ട്, ദെൻ കുറഞ്ഞ് വീണ്ടും ആ കോസ്റ്റ് എന്താവും, കൂടാനായിട്ട് തുടങ്ങും. അതാണ് മാർജിനൽ കോസ്റ്റ്. ദെൻ ആവറേജ് ടോട്ടൽ കോസ്റ്റും അതുപോലെ തന്നെ